Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon. No. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Okay, Good എല്ലാവരും afternoon, ഫുഡൊക്കെ ma'am. കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഇല്ല Thank you. Yes, ma'am. ഇല്ല. ഇത് കഴിക്കാത്തത് എത്ര നേരമായിട്ട്? 3:30 ആയില്ലേ? ഫുഡ് കഴിക്കാൻ ടൈം ആയില്ല മാം. ഇപ്പൊ കഴിക്കാൻ വേണ്ടി കഴിക്കാൻ പോകുന്നുള്ള ഇപ്പൊ കഴിക്കാൻ വിശപ്പില്ല. ഇപ്പൊ കഴിക്കാൻ ടൈം ആയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മളൊരു പുതിയ ചാപ്റ്റർ എടുത്തായിരുന്നു. അതെല്ലാരും വായിച്ചു നോക്കിയോ? യെസ് മാം. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? കൈ അപ്പൊ നമുക്ക് ഇനി അതിന്റെ എന്താണ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല മാം. അപ്പൊ നമുക്ക് ഇനി അതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും വായിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ? കിട്ടി മാം. അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? എളുപ്പമല്ലേ ക്വസ്റ്റ്യൻസ്? അതെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ടോ? എന്നെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യമൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അത് മതി കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാം മോക്ക് ടെസ്റ്റ് പോലെയാണോ എക്സാം ക്വസ്റ്റ്യൻസ് വരുന്നത്? അതെ അതെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കുള്ളൂ കേട്ടോ. മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ് വരുന്നത്. ഓപ്ഷൻസ് ഉണ്ടാവും എക്സാമിന്? ഇല്ലല്ലോ. എന്തോ ഓപ്ഷൻസ് ഉണ്ടാവും എക്സാമിന്? അതോ ജസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാ? 4 ഓപ്ഷൻ ഉണ്ടോ? 4 ഓപ്ഷൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻസ് 4 ഓപ്ഷൻ ഉണ്ടാകും. വൺ വേർഡ് പോലെ കേട്ടോ. വൺ വേർഡ് ആണ്. നമുക്ക് എക്സാം എത്ര മാർക്കിനാവും? എക്സാം എത്ര മാർക്കിനാവും? എക്സാം അത് മൊഡ്യൂൾ എക്സാമും മെയിൻ എക്സാമിനും മാർക്കാണ്. അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയാം. 100 പറഞ്ഞത്. 100ല് 40 മാർക്കോളം ചെയ്യിക്കാന്നാ പറഞ്ഞത്. നിഷ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് ജയദേവ് സാറ് വരും. നിങ്ങൾക്ക് ഇന്ന് വരാനായിട്ട് ഇരുന്നതാണ്. പക്ഷെ സാറിന് പെട്ടെന്ന് ഒരു എമർജൻസി വന്നതുകൊണ്ട് തിരിച്ചു പോയതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ സാറ് വരും. അപ്പൊ എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും സാറിനോട് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് കേട്ടോ. സാറ് നിങ്ങൾക്ക് കയറിയിട്ടില്ല, നമ്മുടെ മാനേജിംഗ് പാർട്ട്ണറാണ്. അപ്പൊ സാറ് വരും. അടുത്ത ദിവസങ്ങളായിട്ട് തന്നെ വരും കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് തുറന്ന് ചോദിക്കാം. മടി പിടിച്ചിരിക്കരുത്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഞാൻ മൈക്ക് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെവൽ ഓഫ് കെയറിൽ പ്രൈമറി കെയർ വരെയാണ് എടുത്തത്. പ്രൈമറി കെയർ ആണല്ലേ? ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡറി കെയറും ടെർഷറി കെയറും ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക. മൈൻഡിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എളുപ്പം ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം റീഡ് ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ഓക്കെ, അപ്പൊ ഞാനൊന്ന് വായിക്കാം. സെക്കൻഡറി കെയർ. സെക്കൻഡറി കെയർ എന്ന് പറയുന്നത് ദ്വിതീയ പരിചരണം എന്നാണ് കേട്ടോ. നമ്മൾ ആദ്യം പ്രൈമറി കെയർ ഡിസ്കസ് ചെയ്തു, അത് പ്രാഥമിക പരിചരണം എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സെക്കൻഡറി കെയർ ദ്വിതീയ പരിചരണം. These are hospitals that offer medical care which is one level higher than primary care. Such hospitals will offer treatment such as general surgery, non-complex specialty surgeries, basic intensive care clinical procedure, cesarean delivery, etc. In government system, community health center CHC and divisional and district hospitals are considered as secondary care level hospitals. Secondary care hospitals are better resources than primary hospitals and can handle a large number of emergency cases. Most of the small and mid-sized private hospitals described in earlier section generally offer secondary care. Okay. അപ്പോ സെക്കൻഡറി കെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്, ഈ ഹോസ്പിറ്റൽസ് ഒരു എന്താ പറയാ പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരു PHC അല്ലെങ്കിൽ പ്രൈമറി കെയർ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമാണ്. പക്ഷെ നമ്മൾ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി ലെവല് കൂടിയ രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെയർ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇത്തരം ഹോസ്പിറ്റലുകളിൽ ചില ട്രീറ്റ്മെന്റുകൾ അവർ ഓഫർ ചെയ്യുന്നത്, അതായത് ജനറൽ സർജറി പോലുള്ള കാര്യങ്ങൾ ഈ ഒരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി സർജറീസ്. ഇപ്പൊ നമുക്കറിയാം ജനറൽ സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി പാർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏത് ബോഡി പാർട്ടുമായി ബന്ധപ്പെടാം. അതുപോലെ തന്നെ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർവീസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ണുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഓപ്പറേഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക, അത് തന്നെ സ്പെഷ്യാലിറ്റിയിലുള്ളതാണ് അല്ലെ. ഓക്കെ, അതായത് കണ്ണിന്റെ പീപ്പിള്, അതുപോലെ തന്നെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊക്കെ എന്തിന് വരുന്നതാണ്? സ്പെഷ്യാലിറ്റി സർജറീസിൽ വരുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സർവീസുകൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയറും എവിടെ തരുന്നുണ്ട്? പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ തരുന്നുണ്ട്. അതായത് ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള പരിചരണമൊന്നും ആയിരിക്കില്ല, എന്നിരുന്നാൽ കൂടിയും അത്യാവശ്യം ഒരു പേഷ്യന്റിനെ അവരുടെ ജീവൻ രക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിസേറിയൻ പോലുള്ള കാര്യങ്ങൾ അതും ആര് തരുന്നുണ്ട്? ഈ ഒരു പ്രൈമറി സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ് ആ ഒരു ഫെസിലിറ്റി. നമ്മൾ PHC-യിൽ നോക്കുമ്പോൾ നോർമൽ ഡെലിവറി മാത്രമാണ് നടക്കുന്നത് അല്ലെ. പക്ഷെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ സിസേറിയനും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഗവൺമെന്റ് സിസ്റ്റത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അഥവാ CHC, അതായത് CHC എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രി CHC-ക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എല്ലാവരും താലൂക്ക് ആശുപത്രിയിൽ പോയിട്ടുണ്ടാവുമല്ലോ. ഗവൺമെന്റ് സിസ്റ്റത്തിലാണ് ഇപ്പൊ ഞാൻ പറയുന്നേ. ഇപ്പൊ താലൂക്ക് ആശുപത്രിയാണ് ഈ ഒരു സെക്കൻഡറി കെയർ നൽകുന്ന ആശുപത്രി. ഇല്ല, ഫസ്റ്റ് തന്നെ പോയിട്ടില്ല. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ഉണ്ടാവും എല്ലാ ജില്ലയിലും, എല്ലാ എന്താ പറയാ താലൂക്ക് അടിസ്ഥാനത്തിലായിട്ട്. പോയിട്ടില്ല? ഓക്കെ, പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിന് ഉദാഹരണമാണെന്ന് CHC അഥവാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയാം, ജില്ലാ ആശുപത്രികൾ, അതായത് എല്ലാ ജില്ലയിലും ജനറൽ ആശുപത്രികൾ ഉണ്ടാവും അല്ലെ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുവാണെങ്കിൽ എറണാകുളമാണ്, ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലാ ആശുപത്രി എന്ന് പറയുന്ന ഒരു ആശുപത്രി ഉണ്ട്. നമ്മുടെ നാബിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ആശുപത്രിയാണ്.
പല രീതിയിലുള്ള സങ്കീർണമായിട്ടുള്ള സർജറീസ് ഒക്കെ മറ്റും നടത്തി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, അതായത് എല്ലാ ജില്ലയിലും ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ജില്ലയിലുമുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ വേറൊരു ടേമും കൂടി ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ, ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയും. ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി താഴ്ന്നതും എന്നാൽ നമ്മുടെ CHC അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനേക്കാളും കുറച്ചും കൂടി ഉയർന്നതുമായിട്ടുള്ള ഹോസ്പിറ്റലാണത് ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ അത്ര ഫെസിലിറ്റീസോ സ്റ്റാഫോ ഒന്നും ഡിവിഷണൽ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. പക്ഷെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനേക്കാളും കൂടുതൽ സ്റ്റാഫുകളും ഫെസിലിറ്റീസും എവിടെ ഉണ്ടാകും? ഡിവിഷണൽ ഹോസ്പിറ്റൽ ഉണ്ടാവും. അതായത് മിഡിലിൽ നിൽക്കുന്നതാണ്. CHSക്കും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും മിഡിലായിട്ട് നിൽക്കുന്നതാണ് എന്ത്? ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? സ്പീഡൊന്നും കൂടുതലെന്ന് വിചാരിക്കുന്നു. സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഞാനിപ്പോ പറഞ്ഞത് CHSC അതുപോലെ തന്നെ ഡിവിഷണൽ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണ് സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. Then secondary care hospitals are better resourced than primary hospitals. ഞാൻ പറഞ്ഞുതരാം ഹരിത, ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. Secondary care hospitals are better resourced than primary hospitals and can handle a large number of emergency cases. ഈ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ചും കൂടി റിസോഴ്സസ്, അത് സ്റ്റാഫുകളാവാം അല്ലെങ്കിൽ എന്താ പറയാ എക്യുപ്മെന്റുകളാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനേക്കാൾ? പ്രൈമറി കെയർ ഹോസ്പിറ്റൽസിനേക്കാളും എക്യുപ്മെന്റും സ്റ്റാഫുകളും ഒക്കെ എവിടെയുണ്ട്? ഈ ഒരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്, അതായത് നമുക്ക് എന്താ പറയാ അത്യാവശ്യം എമർജൻസി കേസസ് ഒക്കെ എവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? ഈ ഒരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഒരാൾ ഒരു ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള അദ്ദേഹത്തിന് വേണ്ട പ്രാഥമിക പരിചരണം പോലുള്ള കാര്യങ്ങൾ എവിടെ ചെയ്യാറുണ്ട്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചെറുതും ഇടത്തരവുമായിട്ടുള്ള മിഡ് സൈസുമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ എന്താണ്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ആണ്? ഓക്കെ, നെക്സ്റ്റ് വൺ ടെർഷ്യറി കെയർ ആണ്. ടെർഷ്യറി കെയർ എന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് തൃതീയ പരിചരണമാണ് കേട്ടോ. ഓക്കെ, these are hospitals with the most advanced level of care. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. Tertiary care hospitals will have most advanced equipment and doctors' level of qualification and expertise. The operation theaters and ICU of such hospitals will typically be state-of-art government system. The medical college hospitals are tertiary level, care level. Okay. അപ്പോ ഈ ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവല് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണെന്ന് ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഈ ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അതായത് വളരെയധികം എന്താ പറയാ ഒരു മേഖലയിൽ തന്നെ, അതായത് ഇപ്പൊ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ നമ്മുടെ ക്യാൻസർ വന്നിട്ട് ഒരു പേഷ്യന്റ് അവിടെ ചെല്ലുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള പഠനം നടത്തി അദ്ദേഹത്തിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് കുറേയധികം അതായത് എന്താ ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങളുടെ കുറേയധികം കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത്തരത്തിലുള്ള ചികിത്സയാണ് അവിടെ കൊടുക്കുന്നത്, ടെർഷ്യറി ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. ഇപ്പൊ കാർഡിയാക്കുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ അതായത് ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ന്യൂറോ ഞരമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, നെഫ്രോ
വൃക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതുപോലെ ക്യാൻസർ, അർബുദം, ഇത്തരത്തിലുള്ള പല മേഖലകളിലായിട്ടുള്ള ചികിത്സകൾ എവിടെ ലഭ്യമാണ്? ടെർഷറി ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഓക്കെ, അപ്പോ ജനറൽ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ സിമ്പിൾ, നമ്മൾ ആദ്യം കണ്ട് സിമ്പിൾ എയിൽമെന്റ് ആൻഡ് വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾക്കല്ല ടെർഷറി കെയർ ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ബോഡി പാർട്ട്, ഏതൊരു ബോഡി പാർട്ട്, ചിലപ്പോൾ അത് നമ്മുടെ വൃക്കയാവാം, അല്ലെങ്കിൽ ഹൃദയമാകാം, ലിവർ ആകാം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ നമ്മൾക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയർ നമുക്ക് കിട്ടുന്നത് ടെർഷറി കെയർ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഓക്കെ, അപ്പോ ഈ ടെർഷറി, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ടെർഷറി കെയർ ഹോസ്പിറ്റൽസ് ഹാവ് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്വിപ്മെന്റ്. അതായത് ടെർഷറി കെയർ ഹോസ്പിറ്റലിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്വിപ്മെന്റുകൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പെർട്ടീസ്, അതായത് അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസും കുറച്ചും കൂടി ഹയർ ആണ്. ഈ എക്യുപ്മെന്റിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റുകളായിരിക്കും ടെർഷറി കെയർ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള ഡോക്ടർമാർ, അതായത് ഇപ്പൊ കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അങ്ങനെയുള്ള പലതരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ഡിഗ്രികൾ നേടിയിട്ടുള്ള ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ടെർഷറി കെയർ ഹോസ്പിറ്റലുകളിൽ ചികിത്സ നടത്തുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ ICU, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? നമുക്ക് ടെർഷറി കെയർ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിലും ICU ആണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുക. എന്താണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം? അതായത് അത്യാധുനിക നൂതന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഫെസിലിറ്റീസിനെയാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ സാധാരണ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കില്ല, അല്ലെങ്കിൽ സാധാരണ ICU ആയിരിക്കില്ല, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്വിപ്മെന്റ് കൊണ്ട് സജ്ജമാക്കിയിട്ടുള്ള പലതരത്തിലുള്ള റൂമുകളും ഏരിയകളും ഒക്കെ നമുക്ക് ഈ ടെർഷറി കെയർ ഹോസ്പിറ്റലുകൾ കാണാനായിട്ട് സാധിക്കും. ഇനി ടെർഷറി കെയർ ഹോസ്പിറ്റലുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലൊക്കെ ഉള്ള ഡിസ്ട്രിക്റ്റിലുള്ള പലതരം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ടെർഷറി കെയർ ഹോസ്പിറ്റലിന് ഉദാഹരണമാണ്. ഓക്കെ, അതായത് എറണാകുളം ജില്ലയിലാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ആസ്റ്റർ മെഡിസിറ്റി, അമൃത ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ലക്ഷോർ ഹോസ്പിറ്റൽ, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ടെർഷറി കെയർ ഹോസ്പിറ്റൽ ഉദാഹരണങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുവാണെങ്കിൽ അതായത് ഏതാണ് ഇവിടെ പറയുന്നുണ്ട്? മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് എന്തിന് ഉദാഹരണമാണ്? ഈ ഒരു ടെർഷറി കെയർ ഹോസ്പിറ്റൽസിന് ഉദാഹരണമാണ് അല്ലെ. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജ് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അല്ലെ, വേറെ ഡിസ്ട്രിക്റ്റിലായിരിക്കാം. എന്നാൽ നമ്മുടെ കേരളത്തില് മെഡിക്കൽ കോളേജുകൾ ഉണ്ട് അല്ലെ. പോയിട്ടുണ്ടോ മെഡിക്കൽ കോളേജില്? മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ? എന്താ അവിടെ കാണാൻ പറ്റുന്നത്? ഫർസാന പോയിട്ടില്ല അല്ലെ. ഓക്കെ, മെഡിക്കൽ കോളേജില് സാധാരണ ഹോസ്പിറ്റലിൽ നിന്നും വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേയധികം പേഷ്യൻസിനെ കാണാനായിട്ട് സാധിക്കും. അതായത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് കൂടുതലും പോകുന്നതെങ്കിൽ കൂടിയും കുറച്ചുകൂടി സാമ്പത്തികമുള്ള ആളുകളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ നേടാറുണ്ട് അല്ലെ. കാരണം എന്താണ് തസ്മി ഓഡിയോ വീഡിയോ സിങ്ക് അല്ലെന്നോ? എന്ത് പറ്റി? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ചില ആളുകൾക്കാണ് പ്രശ്നം എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ പറയാം. അതായത് നമ്മുടെ മെഡിക്കൽ കോളേജാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ നമ്മൾ ചെല്ലുമ്പോൾ കുറേയധികം രോഗികളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ബൈസ്റ്റാൻഡേഴ്സും ഉണ്ടാവും, പേഷ്യൻസും ഉണ്ടാകും. അതുപോലെ തന്നെ കുറേയധികം ഡോക്ടേഴ്സ്, അതായത് പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്നൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. ധാരാളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ്
എവിടെ ഉണ്ടാകും? മെഡിക്കൽ കോളേജുകളിലാണ് ഉണ്ടാവുക. അപ്പോ അവരെയൊക്കെ നമ്മൾ ഭയങ്കര കഷ്ടപ്പെടണം കേട്ടോ. അതായത് അവരുടെ എന്താ പറയാ, അവരെ കാണുന്നതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെളുപ്പിനെ ചെന്നൊക്കെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക? OP ടിക്കറ്റ് കിട്ടുക അല്ലെ? ഓക്കെ, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നേരിടുന്നെങ്കിൽ കൂടിയും അവരെ കണ്ടു കിട്ടിയാൽ നമ്മൾക്ക് എന്താണ്, അതായത് പല അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ട് ചികിത്സിച്ചിട്ട് മാറുന്നില്ല, നമ്മുടെ നാട്ടിലുള്ള പല ഡോക്ടേഴ്സിനെയും കൊണ്ട് അങ്ങനെ മാറാതെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലുകളിൽ പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാല് ഒരു ഡോക്ടർ മാത്രമായിരിക്കില്ല ഇരിക്കുന്നത് അല്ലെ? ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് 2, 3, 4 ഡോക്ടേഴ്സിനെ വരെ നമുക്ക് ആ റൂമിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് രോഗിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പല ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാണുന്ന അതുപോലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എവിടെ അവൈലബിൾ ആണ്? മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളൊക്കെ കുറച്ചുകൂടി സൗകര്യങ്ങളോടും കുറച്ചുകൂടി പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റീസിലൊക്കെ വളരെ എന്ത് ചെയ്തിട്ടുണ്ട്? വളർന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്തോളൂ ആദ്യം. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് മാത്രം റീഡ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് വായിപ്പിക്കുന്നത് കേട്ടോ. റീഡ് ചെയ്തിട്ട് തമ്പില്ല. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? ഓക്കെ ഓക്കെ, എന്നാലും ഒന്ന് റീഡ് ചെയ്തോളൂ. എല്ലാവർക്കും കിട്ടിയോ ടെക്സ്റ്റ് ബുക്ക്? കിട്ടിയിട്ടില്ല, കിട്ടാത്തവരുണ്ട്. ഓക്കെ, ഓക്കെ, കഴിഞ്ഞു. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യാം അല്ലേ? അപ്പൊ ഞാൻ വായിക്കാം. Hospitals can also be classified on the basis of clinical speciality they offer. For example, hospitals which offer cardiac care are classified as. ഹരിത, ഞാൻ സെക്കൻഡറി കെയർ പറയാം, ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. Hospitals can also be classified on the basis of clinical speciality they offer. For example, hospitals which offer cardiac care are classified as cardiac hospitals. Which provide cancer care are classified as onco hospital. A hospital can offer one or more specialty, namely single specialty or multi-specialty hospital, also depending upon the specialty that a hospital offers. The type of resources and its organization is determined. For example, a cardiac hospital will need a cath lab and a cardiac ICU, while an onco hospital will require a radiation therapy unit. Okay. അപ്പൊ ഞാൻ പറഞ്ഞു, കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് കാർഡിയാക് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് കാർഡിയാക് ഹോസ്പിറ്റൽസ് എന്നും, അതുപോലെ തന്നെ ക്യാൻസർ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് വിളിക്കാവുന്നതാണ് അല്ലെ? അതായത് ഓരോ കെയറിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഹോസ്പിറ്റലുകളെയും പേരിട്ട് വിളിക്കാം അല്ലെ? അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒന്നിലധികം എന്താ പറയാ സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും, ഒരു സർവീസ് മാത്രമാണ് നടത്തുന്നതെങ്കിൽ അതിനെ സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും പറയും.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം എന്താണ് ഈ മിസ് പറയുന്നത് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിൽ മൾട്ടി സ്പെഷ്യാലിറ്റി സർവീസ് കൊടുക്കുവാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിൽ തന്നെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ, അതായത് നമ്മുടെ ഒരു ബോഡി പാർട്ടുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഇപ്പൊ നമ്മുടെ കണ്ണുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലിവർ ഉണ്ട്, അതുപോലെ തന്നെ കിഡ്നി ഉണ്ട്, ഹാർട്ട് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബോഡി പാർട്ടുകൾ നമുക്കുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാരുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലാതെ ഇതിന് ഓവറോൾ ഇതിനൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പൾമണോളജി, അതായത് നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ കാർഡിയാക്കുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. പിന്നെ കണ്ണുമായി ബന്ധപ്പെട്ട ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ എല്ലാത്തരം ട്രീറ്റ്മെന്റുകളും കൊടുക്കുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാത്തരം സംവിധാനങ്ങളും അല്ലെങ്കിൽ എല്ലാത്തരം ചികിത്സയും അവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ സിംഗിൾ സ്പെഷ്യാലിറ്റി? എന്താണ് സിംഗിൾ സ്പെഷ്യാലിറ്റി? സ്പെഷ്യലി ഫോർ വൺ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അതായത് ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഐ ഹോസ്പിറ്റൽ. നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ കണ്ണാശുപത്രി ഉണ്ടാവും അല്ലെ, ഉണ്ടോ? എന്താണ്, അല്ലെങ്കിൽ എന്താണ് പറയാ, നമ്മുടെ ഓർത്തോപീഡിക്സ് അതുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഐ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഐയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം. നമ്മൾ ഐ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകളും ട്രീറ്റ്മെന്റുകളും മാത്രമാണ് അവിടെ നൽകുന്നത്. വേറൊരു സുഖത്തിന് നമുക്ക് ഐ ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പോ നമ്മൾ ഐ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യുന്നു. എവിടെയാണ് നമ്മുടെ ഐയിൽ എവിടെയാണ് പ്രോബ്ലം ഇരിക്കുന്നത്, കോർണിയാണോ പ്യൂപ്പിൾ ആണോ, എന്താണ് പ്രശ്നം എന്ന് അവർ കണ്ടെത്തുന്നു. അപ്പോ ഒരു മേഖലയെ കുറിച്ച് തന്നെ എന്താണ് ഡീപ്പായിട്ടുള്ള ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നത്, സിംഗിൾ സ്പെഷ്യാലിറ്റിയിൽ നടക്കുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള എന്താ പറയാ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എന്താണ് നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താണ്, അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ആണ് എന്ത് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതിനനുസരിച്ചിട്ടുള്ള എക്വിപ്മെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു കാർഡിയുടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എ കാർഡിയാക് ഹോസ്പിറ്റൽ വിൽ നീഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയാക് ICU. ഒരു കാർഡിയാക് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു കാർഡിയാക് ICU കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളൊരു ഓങ്കോ ഹോസ്പിറ്റലാണ് ചെല്ലുന്നതെങ്കിൽ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ആയിരിക്കും കാണുന്നത് അല്ലെ. ഒരു ഐ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങളാണ് എവിടെ ഉണ്ടാവുക, ഐ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അപ്പോ തരുന്ന, അതായത് അവിടെ കൊടുക്കുന്ന സർവീസിനനുസരിച്ചിട്ടായിരിക്കും അവിടെയുള്ള എക്വിപ്മെന്റുകളും അവിടെയുള്ള റിസോഴ്സുകളും എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഓണർഷിപ്പ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ. അത് പബ്ലിക് ഹോസ്പിറ്റലും ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഉണ്ട്. 2 പോയിന്റും വായിക്കുക.
ഓക്കെ. അടുത്തത് ഓണർഷിപ്പ് ആണ് കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞായിരുന്നോ? ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമസ്ഥാവകാശം അല്ലേ? On the basis of ownership, a hospital can be classified as follows. അതായത് ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ താഴെ പറയുന്ന രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാല് പബ്ലിക് ഹോസ്പിറ്റൽ ആണ്. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി പബ്ലിക് ഹോസ്പിറ്റലിൽ തന്നെ 4 തരമുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. അതിനെ തമ്മിൽ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. പബ്ലിക് ഹോസ്പിറ്റലിൽ തന്നെ ആദ്യത്തേതാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതായത് കേന്ദ്ര സർക്കാർ ആശുപത്രികൾ. കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള അധീനതയിൽ അല്ലെങ്കിൽ അവരുടെ നേരിട്ടുള്ള കൺട്രോളിലുള്ള ആശുപത്രികളാണിത് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ കേന്ദ്ര സർക്കാർ ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് സച്ച് ആസ് എയിംസ്, PGI, etc. കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ആശുപത്രികളെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉണ്ടാവും. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ള ഹോസ്പിറ്റലുകളാണെന്ത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് എയിംസ് വരുന്നത്. എയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ ആർക്കെങ്കിലും? AIIMS കേട്ടിട്ടുണ്ടാവുമല്ലോ പലതവണ ന്യൂസിലൊക്കെ. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ്? ആർക്കറിയില്ല? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എയിംസ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓക്കെ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, എഴുതി എടുത്തിട്ട് ഇതൊക്കെ എക്സാമിന് വരും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എഴുതുന്നുണ്ടോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓക്കെ. അപ്പോ കേന്ദ്ര സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ആശുപത്രി അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ഒന്നാണെന്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അടുത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ PGI. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ PGI. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ എവിടെ നിന്നും ചോദ്യം വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യില്ലേ? സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ആശുപത്രികളെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എയിംസ് അഥവാ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും PGI അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തേത് നോക്കാം. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞേ ഉള്ളത് കൊണ്ട് തന്നെ എളുപ്പമാണ് പറയാനായിട്ട്. എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? ദോസ് മാനേജ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് സച്ച് ആസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. അതായത് സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന ആശുപത്രികളാണെന്ത് ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരുകൾ, അതായത് നമ്മുടെ സംസ്ഥാനം ഇപ്പൊ കേരളമാണ് അല്ലെ, നമുക്ക് ഒരു സർക്കാർ ഉണ്ട്, അവരെ നിയന്ത്രിക്കുന്ന ആശുപത്രികളാണെന്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ ജില്ലാ ആശുപത്രികള്. നമ്മുടെ നാട്ടിൽ 14 ജില്ലയുണ്ട്. 14 ജില്ലകളിലായിട്ട് 14 ജില്ലാ ആശുപത്രികൾ ഉണ്ട്. ഇത് നിയന്ത്രിക്കുന്നത് ആരാണ്? കേരള സർക്കാരാണ്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന ആശുപത്രികളെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അണ്ടറിലാണ് ജില്ലാ ആശുപത്രികൾ വരുന്നത്. ഓക്കെ.
അടുത്തത് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ദോസ് മാനേജ്ഡ് ബൈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് മുനിസിപ്പൽ ആശുപത്രി എന്ന് പറയുന്നത്? അതായത് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ നഗരസഭാ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന ആശുപത്രികളാണെന്ന് മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ താലൂക്ക് ഹോസ്പിറ്റൽ. താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നഗരസഭ മുനിസിപ്പാലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ നിയന്ത്രണത്തിൽ വരുന്നത്. മാത്രമല്ല എല്ലാ താലൂക്ക് ഹോസ്പിറ്റലും ജില്ലാ കളക്ടറുടെ, നമുക്കറിയാം നമുക്കൊരു കളക്ടറേറ്റ് ഉണ്ട്, എല്ലാ ജില്ലയിലും കളക്ടറേറ്റ് ഉണ്ട്. ആ കളക്ടറേറ്റിലെ ഭരണാധികാരി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് എന്ത് പ്രവർത്തിച്ചു പോരുന്നത്, എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളും പ്രവർത്തിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ കീഴിലുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുള്ള ആശുപത്രികളെയാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് PSU ഹോസ്പിറ്റൽ ആണ് കേട്ടോ. PSU ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽ. പബ്ലിക് സെക്ടർ, ഓക്കെ. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഓക്കെ, ശരിയാണ് തസ്നി പറഞ്ഞത്. പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽ ആണ് എന്ത്, PSU ഹോസ്പിറ്റൽ. അപ്പൊ നമുക്കിതൊന്ന് നോക്കാം എന്താണ് ഇവിടെ പറയുന്നതെന്ന്. Those managed by specific PSU like Railway, Coal India Limited, etc. അതായത് റെയിൽവേ, കോൾ ഇന്ത്യ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന ആശുപത്രികളാണെന്ത്, പബ്ലിക് സെക്ടർ യൂണിറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, അല്ലെ? ഇന്ത്യൻ റെയിൽവേ, അതുപോലെ കോൾ ഇന്ത്യ, ഇന്ത്യ കോൾ ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അവരുടെ അണ്ടറിൽ വരുന്ന ആശുപത്രികളെയാണ് നമുക്ക് PSU ഹോസ്പിറ്റൽ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ പബ്ലിക് ഹോസ്പിറ്റൽ എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാ പോയിന്റ്സും ഓക്കെ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്തതിലോട്ട് കടക്കുവാണ്. ദെൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്താണ്? സ്വകാര്യ ആശുപത്രികൾ, അല്ലെ? അപ്പൊ രണ്ട് തരമാണ് ഓണർഷിപ്പ്. ഒന്ന് നമുക്ക് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകള്, മറ്റൊന്ന് വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽസ്. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, അതായത് ഒന്നില്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ അതിലെ ഓർഗനൈസേഷനോ കീഴിലുള്ള ഹോസ്പിറ്റലുകളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ സംഘടന അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസ് ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ്. ആദ്യത്തേതാണ് എന്താണ്? ലാഭം ലക്ഷ്യമുള്ള സ്വകാര്യ ആശുപത്രികൾ. അതായത് ലാഭത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആശുപത്രികളാണെന്ത്, പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അതെന്താണ്? അതായത് അവരെ പ്രവർത്തിക്കുന്നത് ബിസിനസ് ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. ഒരു ആശുപത്രി ഇപ്പൊ ഒരു ആശുപത്രി അത് കാശിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പണത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അതായത് അവർക്ക് ലാഭം മാത്രമാണ് പർപ്പസ് എങ്കിൽ അതിനെ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. രണ്ടാമത്തേതാണ് ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ്. ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ട്ണർഷിപ്പ്. അതായത് ആശുപത്രികൾ, അതായത് ഇത്തരത്തിലുള്ള ആശുപത്രികൾ ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉടമസ്ഥാവകാശം ആർക്കാണ്? ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കോ ആണ്. ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ എന്താ പറയാ 3, 4, 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകള് പങ്കാളികളായിട്ട് പാർട്ട്നേഴ്സ് ആയിട്ട് നടത്തുന്ന ഹോസ്പിറ്റലുകളെയാണ് ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അതായത് ഒരു വ്യക്തി മാത്രമല്ല അവിടെ ഓണർ ആയിട്ടുള്ളത്, മറിച്ച് ഒന്നിൽ കൂടുതൽ ആളുകള് അവിടെ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്താണ് ഉദ്ദേശിക്കുന്നത്?
അതായത് ഹോസ്പിറ്റൽ ഓൺഡ് ബൈ പ്രൈവറ്റ് കമ്പനി. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സ്വകാര്യ കമ്പനിയുടെ അണ്ടറിലുള്ള ഹോസ്പിറ്റലുകളെയാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടാറ്റ ഹോസ്പിറ്റൽ അല്ലെ, രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലാണ് ടാറ്റ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള എന്താ പറയാ അന്താരാഷ്ട്ര കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ കമ്പനികളുണ്ട് നമ്മുടെ ഇന്ത്യയില്. അപ്പൊ അവരുടെയൊക്കെ അണ്ടറിൽ നടത്തുന്ന ഹോസ്പിറ്റലുകളാണ് ഈ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിൽ നടത്തുന്ന ഹോസ്പിറ്റലുകളെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ NGO, charitable organization that do not have a business purpose connected with it. അതായത് ലാഭം ലക്ഷ്യമല്ലാത്ത ആശുപത്രികളാണെന്ത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അതായത് NGO-കളോ അതായത് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റുകളോ നടത്തുന്ന ഹോസ്പിറ്റലുകളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇതെന്താണ്? അതായത് നമ്മള് ചില ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അതായത് തുച്ഛമായിട്ടുള്ള ഫീസ് ആയിരിക്കും അവര് വാങ്ങിക്കുന്നത്. ഇപ്പൊ ഡോക്ടറെ കാണാനും അതായത് കൺസൾട്ടേഷൻ ഫീസും അതുപോലെ മരുന്നിന്റെ ഒക്കെ ഫീസൊക്കെ വളരെ തുച്ഛമായിട്ടായിരിക്കും മേടിക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ലാഭത്തിന് വേണ്ടിയിട്ടല്ല അവരത് പ്രവർത്തിക്കുന്നത്, മറിച്ച് അവര് സർവീസ് ആയിട്ട് കണ്ട് ആളുകൾക്ക് എത്രയും എമൗണ്ട് കുറച്ച് കൊടുക്കാമോ അത്രയും എമൗണ്ട് കുറച്ച് മേടിച്ചിട്ട് അവിടെ ഒരു സർവീസ് ആയിട്ടാണ് എന്ത് നടത്തുന്നത്, ഈ ഹോസ്പിറ്റൽ നടത്തുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റലിനെ പറയുന്ന പേരാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തത് ലാസ്റ്റ് വൺ ആണ്, അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിൻ. സിസ്റ്റം ഓഫ് മെഡിസിൻ കേട്ടോ, ലാസ്റ്റ് അല്ല, അഞ്ചാമത്തെ പോയിന്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യണേ. Okay. In the modern world, allopathy as a system of medicine is mainly used as a system of medicine. However, in India, Ayurveda, homeopathy, and Unani are also acknowledged system of medicine and preferred by many people. Depending upon their prominent system of medicine, hospitals can be classified as homeopathy hospital, Ayurveda hospital, or Unani hospital. Even though such hospitals are few in numbers, there is an increasing interest of people in availing treatment of these systems of medicine. അതായത് നമ്മുടെ മോഡേൺ വേൾഡിൽ, അതായത് നമ്മുടെ ആധുനിക ലോകത്ത് അലോപ്പതിയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്ന മെഡിസിൻ എന്ന് പറയുന്നത്. ആണോ അല്ലയോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. അലോപ്പതി ആണോ? ആണ്. നമ്മളെല്ലാവരും ഒരു അസുഖം വരുമ്പോൾ വേഗം ചെന്ന് എന്താണ് ചൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ എന്ന് പറഞ്ഞുള്ളത് അലോപ്പതി മെഡിസിൻ തന്നെയാണ് അല്ലെ? അപ്പോ ഈ ഒരു അലോപ്പതി മെഡിസിൻ ആണ് എല്ലാവരും ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും അധികം ഉപയോഗിച്ച് കണ്ടുവരുന്നത്.
പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യയില് അലോപ്പതി മെഡിസിൻ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തിനും? ആയുർവേദിക്കും ഹോമിയോപ്പതിക്കും യുനാനിക്കും അല്ലേ? നമ്മുടെ വീട്ടില് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാകാം അല്ലെ? അവരൊക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട്? ആയുർവേദയും അല്ലെ, ആയുർവേദ മരുന്നുകൾ കഴിക്കാറുണ്ടല്ലേ? അതുപോലെ തന്നെ ഹോമിയോ മരുന്നുകൾ കഴിക്കാറുണ്ട്, യുനാനി മെഡിസിൻ എടുക്കാറുണ്ട്. അപ്പോ നമ്മുടെ അലോപ്പതി മെഡിസിൻ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പല ആളുകളും എന്ത് പ്രിഫർ ചെയ്യാറുണ്ട്? ആയുർവേദയും ഹോമിയോപ്പതിയും യുനാനിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയല്ലാതെ കുറയുന്നില്ല. കൂടുതൽ ആളുകളും അതിലേക്കാണ് പോകുന്നത് അല്ലെ? പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യപ്പോഴും അലോപ്പതി ആയിരിക്കും അല്ലെ? എമർജൻസി കേസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആയുർവേദയെ ഡിപ്പെൻഡ് ചെയ്യാറില്ല, അത് അലോപ്പതി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇത് മൂന്നും, അതായത് ആയുർവേദ, ഹോമിയോപ്പതി ആൻഡ് യുനാനി, ഇത് മൂന്നിന്റെ ഇമ്പോർട്ടൻസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാം. സോ അവരത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു മെഡിസിൻ അല്ലെങ്കിൽ കൊടുക്കുന്ന മെഡിസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഹോമിയോ മരുന്നുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ ഹോമിയോപ്പതി ഹോസ്പിറ്റലുകൾ എന്നും, ആയുർവേദ മരുന്ന് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ ആയുർവേദ ഹോസ്പിറ്റൽ എന്നും, യുനാനി ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ യുനാനി ഹോസ്പിറ്റൽ എന്നും തരംതിരിക്കാം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ നോക്കുവാണെങ്കിലും, അതായത് ഇത്തരത്തിലുള്ള, ഇപ്പൊ ആയുർവേദ ഹോസ്പിറ്റൽ ആണെങ്കിലും അതുപോലെ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ ആണെങ്കിലും അതിന്റെ എണ്ണം കുറവാണ് അല്ലെ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് നമ്മുടെ അലോപ്പതി ഹോസ്പിറ്റൽസിനേക്കാളും വളരെ എണ്ണം കുറവല്ലേ ആയുർവേദയുടെയും അതുപോലെ ഹോമിയോപ്പതിയുടെ ഒക്കെ ഹോസ്പിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത്? കുറച്ചല്ലേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും കൂടിയും ആളുകൾക്ക് ആ ട്രീറ്റ്മെന്റ് എടുക്കാനും, ഇപ്പൊ ഹോമിയോ മരുന്നുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? ചില കുട്ടികൾക്കൊക്കെ നമുക്കറിയാം ഭയങ്കര ഇഷ്ടമാണ് ഹോമിയോ മരുന്നുകൾ, ദൂരം വേണമെങ്കിൽ കഴിച്ചോളൂ അല്ലെ? അങ്ങനെ ഒരു രീതിയാണ്, ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് അതിന്റെ. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാറില്ല? കുട്ടികൾ അത് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പോ ആളുകള് അത് കുറച്ചെണ്ണമാണ്, അതായത് വളരെ കുറവ് എണ്ണമാണ് ഹോസ്പിറ്റലുകളെങ്കിൽ കൂടിയും, ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ കൂടിയും അതിന്റെ, അതായത് ആളുകൾ അത് തെരഞ്ഞെടുക്കുന്ന രീതിയും അതിനോടുള്ള ഇൻട്രസ്റ്റും നാൾക്ക് നാള് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? The last one length of stay ആണ് കേട്ടോ, ഒന്ന് റീഡ് ചെയ്തോളൂ. Okay. നമുക്ക് നോക്കാം. On the basis of length of stay generally needed for a patient in hospitals can be classified as long stay hospitals and short stay hospitals. അതായത് രോഗികള് ആശുപത്രികളിൽ താമസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്നും രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യത്തേതാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. Patients in short stay hospitals are required to be admitted for a relatively shorter period, such as 1 or 2 days up to 20 days. Most hospitals that we see in our locality are short stay hospitals. അതായത് പേഷ്യൻസ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് എപ്പോഴാണ്? ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ദിവസം, കൂടിപ്പോയാൽ 20 ദിവസം വരെ. ഓക്കെ, അതായത് വളരെ കുറച്ച് നാളത്തേക്ക് മാത്രം രോഗികൾ താമസിക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ ആണ് അല്ലെ? നമ്മളൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം മാറുന്നത് വരെയാണ് ഹോസ്പിറ്റലിൽ താമസിക്കുള്ളൂ അല്ലെ? ഇവിടെ പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം, മാക്സിമം പോയാൽ എത്ര ദിവസം? 20 days വരെ.
അപ്പൊ 20 days വരെ അല്ലെങ്കിൽ അത്തരത്തില് വളരെ ഷോർട്ട് ടേം ആയിട്ട് രോഗികൾ താമസിക്കുന്ന ഹോസ്പിറ്റലുകളിൽ നമുക്ക് എന്ത് വിളിക്കാം? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് വിളിക്കാം. അതായത് നമ്മൾക്ക് ഉണ്ടാകുന്ന സാധാരണ അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പോ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അങ്ങനെ അഡ്മിറ്റ് ആവുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? രണ്ടാമത്തതാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ. These hospitals offer care that generally require its patients to stay for a long term, such as months or years in the hospital. Typically, such hospitals will be mental hospital, rehabilitation center, geriatric care center, palliative care units. Due to long-term residential needs, these hospitals are built in such a manner that gives it a feel of a home-like environment rather than a hospital. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പേഷ്യൻസ് സ്റ്റേ ചെയ്യുന്നത് 1-2 ദിവസമല്ല, പകരം എപ്പോഴാണ്? അതായത് ചിലപ്പോ മാസങ്ങൾ സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ വർഷങ്ങൾ തന്നെ എന്ത് ചെയ്യാം? ഈ ഹോസ്പിറ്റലില് പേഷ്യൻസ് സ്റ്റേ ചെയ്യാം. ഇവിടെ പറയുന്നുണ്ട് ഈ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് മെന്റൽ ഹോസ്പിറ്റൽ അല്ലെ? മാനസികാശുപത്രികൾ കണ്ടിട്ടില്ലേ? നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, പഴയ ഒരു സിനിമ, പേര് ഞാൻ മറന്നുപോയി. കുറേയധികം കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സിനിമയിൽ അല്ലെ? കുറെ നാളത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ലാലേട്ടൻ ഇവിടെ താമസിക്കുന്നത് അല്ലെ? അതൊരു മെന്റൽ ഹോസ്പിറ്റലാണ്. അപ്പോ നിസാര ദിവസത്തെ ട്രീറ്റ്മെന്റ് ഒന്നും പോരാ അല്ലെ? താളവട്ടം, യെസ് കറക്റ്റ്, താങ്ക് യു. അപ്പൊ നിസാര ദിവസം ഒന്നും പോരാ അല്ലെ ട്രീറ്റ്മെന്റ് ഫിനിഷ് ആവാനായിട്ട്, മറിച്ച് ധാരാളം ദിവസങ്ങൾ എടുത്ത്, അല്ലെങ്കിൽ അത് മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? രോഗി പൂർവ്വസ്ഥിതിയിലാവുക. ഓക്കെ, അപ്പോ അത്തരത്തില് പേഷ്യൻസിനെ താമസിപ്പിക്കുന്നതിന് ലോങ് സ്റ്റേ ഹോസ്പിറ്റലാണ് ആവശ്യം. അപ്പൊ മെന്റൽ ഹോസ്പിറ്റൽ അതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ സെന്റർ അല്ലെ? അതായത് നമുക്കറിയാം ആൽക്കഹോളിക് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കുറച്ച് മാസത്തേക്ക് എന്ത് ചെയ്യാറുണ്ട്? മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിക്കാറുണ്ട് അല്ലെ? ഇല്ലേ? ചിലപ്പോൾ അത് ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ ഒരു ക്ലിനിക് ആവാം. അപ്പൊ അത്തരത്തില് കുറെ നാൾ എന്ത് ചെയ്യാറുണ്ട്? അതായത് ഈ ആൽക്കഹോൾ അഡിക്ഷൻ മാറുന്നതിന് അതുമായി ബന്ധപ്പെട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വെള്ളം സിനിമ ജയസൂര്യയുടെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ട്? അപ്പൊ അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ എന്താണ്? അതായത് ഈ റിഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആൽക്കഹോൾ അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് രോഗികളെ താമസിപ്പിക്കുന്നത് കുറേയധികം സമയം എടുത്തിട്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജിയറിയാട്രിക് കെയർ സെന്റർ, അതായത് വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകള്, അവരെയൊക്കെ താമസിപ്പിക്കുന്നത് ലോങ് സ്റ്റേ ഹോസ്പിറ്റലിലാണ്. പിന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഈ ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ വരുന്നതാണ്. പിന്നെ ഇതൊരു ഹോസ്പിറ്റൽ ആണെന്നുള്ള തോന്നൽ രോഗികൾക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കുറവാണ്. കാരണം ഒരു വീട് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ള ആളുകൾ എങ്ങനെയാണോ അതുപോലെയാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകൾ ആളുകൾ ജീവിക്കുന്നത്. അപ്പൊ ഒരു ഹോം ലൈഫ് എൻവയൺമെന്റ് ആണ് ആര് തരുന്നത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ തരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, സമയം പോയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടീച്ചറെ ഫസ്റ്റ് ഭാഗം ഉണ്ടല്ലേ, സ്ക്രീൻഷോട്ട് എടുത്തില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഭാഗോ? ഇന്ന് എടുത്തു തുടങ്ങിയതാണോ? ഇന്ന് എടുത്തു തുടങ്ങിയത്. ഇതല്ലേ ലെവൽ ഓഫ് കെയർ അല്ലേ? സെക്കൻഡറി കെയർ. ഇതിന്റെ മേലെ ആരാണ് നിന്നോട് സെക്കൻഡറി കെയർ ചോദിച്ചത്? പറഞ്ഞു തരുമെന്ന് ആരോ ചോദിച്ചല്ലോ. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അതായത് ഇപ്പൊ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നത് അല്ലെങ്കിൽ അവരെ നോക്കുന്നതാണ്. ഇപ്പോ വാർദ്ധക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ കിടപ്പ് രോഗികൾ, അല്ലെങ്കിൽ എണീക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവര്, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവര്, തീരെ അവശരായിട്ടുള്ള ആളുകള്, അവരൊക്കെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചികിത്സിക്കുന്നത്. എന്റെ ഫസ്റ്റ് ടൈം ക്ലാസ് ആണ് എനിക്കിത് കിട്ടിയത്. എന്താണ്? എന്റെ ഫസ്റ്റ് ടൈം ക്ലാസ് ആയത്, ആദ്യത്തെ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ
ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇന്നാ ജോയിൻ ചെയ്തത്. ഇന്നാണ് ചോദിച്ചത്. ഇന്നാ ജോയിൻ ചെയ്തത്. ആരൊക്കെയുണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്തവര്? ഇതിപ്പോ നിങ്ങളിപ്പോ പറഞ്ഞു പോകുന്നില്ലേ, നമ്മള് നോട്ട്സ് എഴുതി വെച്ചിട്ടില്ല, നമ്മൾ ടെസ്റ്റിലാണ്, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. മെമ്മറിയിൽ നമുക്ക് ഓർമ്മയിൽ ടെക്സ്റ്റ് കിട്ടും, അത് നോക്കി പഠിച്ചാൽ മതി. പിന്നെ അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് പോവാട്ടോ, അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുറച്ചും കൂടി ഇതെല്ലാം നിങ്ങളിപ്പം പറഞ്ഞ ഫുള്ള് ടെസ്റ്റിലുള്ള കാര്യങ്ങളാണോ? അതെ, ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ മാത്രമല്ല നോട്ട്സ്, പ്രത്യേകിച്ച് ഇങ്ങനെ നോട്ട്സും കാര്യമൊന്നുമില്ലല്ലോ? നോട്ട്സ് ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ടേമും കാര്യങ്ങളും ഇപ്പൊ ഫുൾ ഫോം ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അതൊന്നും ടെക്സ്റ്റിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. നേരത്തെ എയിംസിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ ടെക്സ്റ്റിൽ ഇല്ല, അതൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മാം സെക്കൻഡറി കെയർ എന്ന് പറയാമോ മാം? സെക്കൻഡറി കെയർ ഹരിത ഉണ്ടായിരുന്നില്ലേ സെക്കൻഡറി കെയർ എടുത്ത സമയത്ത്? ഉണ്ടായിരുന്നു മാം, ഒന്നും ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ഒന്ന് പറയാ. സെക്കൻഡറി കെയർ എന്ന് പറഞ്ഞാല് പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ ജനറൽ സർജറി നടത്താറുണ്ട്, പിന്നെ അതുപോലെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ് നടത്താറുണ്ട്, പിന്നെ ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ഫെസിലിറ്റീസും അവിടെ നൽകുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് സിസ്റ്റത്തില് CHC, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും ഡിവിഷണൽ ഹോസ്പിറ്റലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുമാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പ്രൈമറി കെയർ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ എക്യുപ്മെന്റുകള്, സ്റ്റാഫുകള്, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എമർജൻസി കേസസ് ഒക്കെ വരുവാണെങ്കിൽ അവരെയും കൈകാര്യം ചെയ്യാനായിട്ട് സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന് സാധിക്കുന്നത്. ഇത്രയുമാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ. ഓക്കെ, ക്ലിയർ ആണോ ഹരിത? ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക്, ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഈ ഓരോ ക്ലാസ് പറഞ്ഞോളൂ അഞ്ജന, പറഞ്ഞോളൂ അഞ്ജനയാ. നമ്മൾ ഈ ഓരോ ക്ലാസിന്റെ കൂടെ തന്നെ ലാസ്റ്റ് അതിന്റെ മോക്ക് ടെസ്റ്റ് കൂടെ വെക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ? ക്ലാസിന്റെ കൂടെ തന്നെയോ? ഇപ്പൊ മിസ് വേണമെന്നില്ല, മിസ് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു 5-10 മിനിറ്റ് കിട്ടുന്നുണ്ടല്ലോ നമുക്ക്, ആ ഒരു ടൈമിൽ അതിന്റെ മോക്ക് ടെസ്റ്റ് കൂടെ അതിന്റെ കൂടെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നതാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ അല്ലേ? അത് മോക്ക് ടെസ്റ്റ് നമ്മൾ തരുന്നുണ്ടല്ലോ, അപ്പോ അത് കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് കുറച്ചുകൂടി ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ക്ലാസ് മാത്രമാണ് ഇപ്പൊ ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ക്ലാസ് കഴിയുമ്പോൾ അന്നേ ദിവസം നമുക്ക് മോക്ക് ടെസ്റ്റ് കിട്ടും, അത് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. അല്ല, അപ്പൊ റെക്കോർഡ് ക്ലാസ്സിന്റെ ഇതിന്റെ കൂടെ അതില് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തെടുക്കല്ലേ ചെയ്യേണ്ടത്? അപ്പൊ മിസ്സായി പോകുന്നൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഓരോ ചാപ്റ്ററിന്റെ മീൻസ് ഇപ്പൊ മാമിന്റെതാണെങ്കിൽ മാമിന്റെ ക്ലാസ്സിന്റെ കൂടെ തന്നെയാണോ വരുന്നത്? എന്റെ ക്ലാസ്സിന്റെ കൂടെയാണെന്നോ? മാമിന്റെ റെക്കോർഡഡ് ക്ലാസ്സിന്റേത് മാമിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇടുന്നുണ്ടോ? ഇടുന്നുണ്ടല്ലോ, അന്ന് തന്നെ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് 2 കിട്ടുമല്ലോ. നമുക്ക് മോക്ക് ടെസ്റ്റ് എല്ലാം സെപ്പറേറ്റ് കിടക്കുന്ന ടെസ്റ്റ് പേപ്പർ എന്നും പറഞ്ഞ് നമ്മുടെ ഇതിന്റെ അകത്ത് ക്ലാസ് റൂമില് അതിലെല്ലാം മാമിന്റെ ഓരോ ആളുടെ പേര് എഴുതി അതിൽ നമുക്ക് പഠിക്കുന്ന ഏത് ചാപ്റ്റർ ആണോ അതിന്റെ പേര് വരുന്നുണ്ട്. ആ പേര് നോക്കി അറ്റൻഡ് ചെയ്താൽ മതി. എല്ലാം വരുന്നുണ്ട് അങ്ങനെ. ടെസ്റ്റ് പേപ്പറിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതില് എല്ലാവരുടെ പേരിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ടൈം അല്ലേ, അപ്പൊ നമുക്ക് അത്രയും സമയം പോകില്ലേ പിന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിവരിച്ചു വരുമ്പോഴേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് മിസ്സുമാരുടെ പേര് സഹിതം നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അത് വീട്ടിലിരുന്ന് സമാധാനമായിട്ട് ചെയ്തു നോക്കാം. അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഹറിബറി ആവൂലേ എല്ലാരും കൂടി. പിന്നെ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും ബുദ്ധിമുട്ടാവും, പരസ്പരം കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം വൈകി. എന്നാ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. എല്ലാവർക്കും താങ്ക് യു.
താങ്ക് യു മാം. ഈ ഫ്രൈഡേ കാണാം കേട്ടോ. ഈ വരുന്ന ഫ്രൈഡേ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വിടരുത്. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. പിന്നെ അത് പിന്നത്തേക്ക് ആക്കി വെക്കരുത് കേട്ടോ. അപ്പൊ അത് കുറെ അധികം ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.